കാലാന്ന് പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ ഇരിക്കണമെന്നില്ല കേട്ടോ. അത് ഓഫാക്കി പോയിരുന്ന പഠിച്ചേ. ഞാനങ്ങോട്ട് വരുന്നു. രാത്രി അമ്മയ്ക്ക് അമ്മ ഫുൾ ടൈം സീരിയൽ എന്ന് പറഞ്ഞു തരും. ഇപ്പഴേ എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. ഞാൻ അത് കാണും. അമ്മോ അതാരാന്ന് നോക്കിയേ. ചേച്ചി പോയി നോക്കിയടി. എന്റെ അമ്മ ഞാനിവിടെ ഒരു കാര്യം ചെയ്യല്ലേ, നീ പോയി നോക്കിയേ. എല്ലാവരും കണക്കാ. ആരാ ഇത്? ജോസഫ് കളത്തിപ്പറമ്പിലെ വീടല്ലേ? ആണെങ്കി പപ്പയല്ലേ മോളെ? പപ്പ ദുബായിലാ. മമ്മിയോ? മമ്മി അടുക്കളയിലാ. എന്താ ഞാൻ പോരെ? അതല്ല, ഒരു കൊറിയർ ഉണ്ടായിരുന്നു, ഇതൊന്ന് സൈൻ ചെയ്ത് വാങ്ങണായിരുന്നു. ആരുടെ സൈൻ വേണം? പപ്പയോടോ മമ്മിനോട് ചേച്ചിട്ട് വേണോ? മോളുടെ മതി. തരൂ. എന്നാ ശരി. കണ്ടതിനാണോ നീ ഇവിടെ കിടന്ന് കാറിയത്? പൂ മാത്രല്ല അമ്മേ, കൂടെ ഒരു കാർഡും ഉണ്ട്. ഇത് കണ്ട. ടു ഡിയർ ലവ്, ഐ വാണ്ടഡ് ടു ഗീവ് യു എ മില്യൺ റീസൺസ് ബട്ട് ദേ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ഹിയർ. സോ ഹിയർ ആർ എ ജസ്റ്റ് ഫ്യൂ. യു ആർ അമേസിംഗ്, ഗോർജസ്, ലവ്ലി ആൻഡ് ക്യൂട്ട്. ഐ ലവ് യു സോ 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 മച്ച് വിത്ത് വൺ ലവ്. നിങ്ങൾ ഇതിന് എന്നെ നോക്കുന്നേ? ഇതിൽ എന്റെ പേരൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇത് പപ്പ അമ്മയ്ക്ക് ദുബായിൽ നിന്ന് വാലന്റൈൻസ് ഡേ സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചതായിരിക്കും. ഓ പിന്നെ നേരെ ചുമന്ന് ഫോൺ ചെയ്യാത്ത ആളാ എനിക്ക് പൂക്കൾ അയക്കാൻ പോണേ. ഇത് പെണ്ണിനെ വന്നതാ മമ്മി. ഓ എന്റെ ദൈവമേ, ഞാനന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞതാ ഇവളെ ബാംഗ്ലൂർക്ക് ജോലിക്കൊന്നും വിടണ്ടാന്ന്. എനിക്കറിയായിരുന്നു ഇതുപോലെ പൂവല്ല പൂച്ചേട്ടി തന്നെ അങ്ങോട്ട് വരുന്നു. അമ്മ സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഓ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. അതെ, ബാംഗ്ലൂർ ജോലി കിട്ടിയ ഒരു മാസത്തിനു മുമ്പ് തലമുടിയിൽ പെയിന്റ് അടിച്ചവളല്ലേ നീ. അന്നാ മേഴ്സേച്ചിന്റെ അടുത്ത് പറഞ്ഞതാ പെൺപിള്ളേർ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നശിച്ചു പോവുള്ളൂ. അമ്മയുടെ ഒരു മേഴ്സി ചേച്ചി. അതെ, ഞാൻ മുടി കളർ ചെയ്തതേ ഞാൻ പണിയെടുത്ത പൈസ കൊണ്ടാ, അല്ലാണ്ട് മേഴ്സി ചേച്ചി കുടുംബശ്രീയിൽ പറ്റിച്ച പൈസ കൊണ്ടൊന്നല്ലോ. പിന്നെ ഈ മേഴ്സി ചേച്ചിയുടെ മോനെ എവിടെയാ? ബാംഗ്ലൂർ തന്നെ അല്ലേ? എടി അവനൊരു ആൺകുട്ടിയാണ്. അതെ, ഇതാണ് നിങ്ങളുടെ ചിന്താഗതിക്ക് കുഴപ്പം. എന്റെ അനിയൻ നിന്റെ അടുത്ത് തർക്കിക്കാൻ ഞാനില്ല. എന്റെ ആണായാലും പെണ്ണായാലും വഴി തെറ്റാണ്ട് ഈ വഴി തെറ്റും. ബാക്കി ഞാൻ നിന്റെ പപ്പയോട് പറഞ്ഞോളാം. ചേച്ചി ഇപ്പൊ പറയണത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. എടി നിന്നിട്ടല്ലോ. എന്നാലും ഇത് ആരായിരിക്കും എനിക്ക് അയച്ചേ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ പല്ലടിച്ച് ഞാൻ പൊഴിച്ചാനെ. ഇവിടെ കടന്ന മക്കളുടെ സാധനം ഞാൻ എടുത്തോണ്ട് കേട്ടോ. ഒന്നുമില്ല കളിക്കാൻ പറഞ്ഞ കളി നീ അടിച്ചേ കളിച്ചേ കളിച്ചേ. എന്താടാ എടാ അമ്മൂനെ അന്നയ്ക്കുണ്ട്. എടാ നീ അമ്മൂന് പൂവും കാടൊക്കെ വെച്ച് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായില്ലേ, അത് അന്ന ചേച്ചിക്ക് ആരോ അയച്ചു എന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നമായിക്കാം അവിടെ. എടാ അന്ന ചേച്ചി എന്റെ ചേച്ചിയും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അവര് ഫോണിൽ പറയാൻ കേട്ടതാ. അപ്പൊ നീ പേരൂര് വയ്ക്കാൻ ഈ സാധനം അയച്ചേ? ഞാനൊരു സർപ്രൈസ് ആയിട്ട് വിചാരിച്ചത്. അല്ലേലും പെൺപിള്ളേർക്ക് സർപ്രൈസ് ഇഷ്ടമല്ല. ആ ബെസ്റ്റ്. ഇപ്പൊ അവൾക്ക് മാത്രല്ല വീടടക്കം സർപ്രൈസ് സമാനായില്ലേ? അതാണ്ട് അച്ഛൻ കുറ്റം. സ്നേഹിക്കുന്ന പെണ്ണൊരു വീട്ടിലേക്ക് വാലന്റൈൻസ് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണം. റേഞ്ച്. ഇനി ആ റേഞ്ച് വെച്ച് നാളെ സ്കൂളിൽ ചെന്ന് സ്കൂളിൽ വെച്ച് ആ പെൺകുച്ചിന് പ്രപ്പോസ് ചെയ്താണ്ടില്ല. പെൺകുച്ചുമ്പോ ഫ്ലാറ്റ്. ഇനി അവളുടെ മമ്മി പുറത്തോളം പപ്പേനെ വിളിച്ച് അവളുടെ പപ്പ ഇനി നാട്ടിലെ പോലീസിനെ വിളിച്ച് നാട്ടിലെ പോലീസിന് വീട്ടിൽ വന്ന് നിന്റെ പപ്പേനെ പേടിപ്പിക്കാതെ. പിന്നെ പേടിക്കാതെ പിന്നെ അമ്മാര് പണിയല്ലേ നീ കാണിച്ചേ? മര്യാദയ്ക്ക് അമ്മൂന്റെ പേര് ചൂണ്ട കാര്യമുള്ളൂ. അവന്റെ രൂമക്കത്ത് ഞാൻ വിചാരിച്ചാ ബാംഗ്ലൂർ പെണ്ണ് ഇങ്ങോട്ടിട്ട് വെക്കുന്നു. ഞാൻ വിചാരിച്ചാ അവളുടെ അമ്മ മാത്രം വീട്ടിലുണ്ടാവുന്നു. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്.
എടാ പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, അനുഭവിച്ചങ്ങട്. ശ്ശോ, ഏത് നേരത്താണ് അത് കഴിക്കാൻ വന്നത്? ഇത് ലാസ്റ്റ് കളിയാണ്ടോ ജുനോ? ഒന്ന് പോയാലോ. എടാ ഒരു വഴി ഉണ്ട്. എടാ പറടാ. എടാ ഈ ജോമചേട്ടനും അന്നചേച്ചിയും ഒരുമിച്ച് പിടിച്ചാ നമുക്ക് കാര്യങ്ങളൊക്കെ ജോമചേട്ടൻ്റെ അടുത്ത് പറയാം. പുള്ളിക്കാരൻ പറഞ്ഞ് സർവാക്കിയോളൂ. അത് വേണം. അല്ലാണ്ട് പിന്നെ വേറെ വഴിയുണ്ട് ഇതിൻ്റെ കയ്യിൽ. എന്നാ പിന്നെ വാ, ഞാൻ നടക്ക്. ഈ പ്രാവശ്യം മലയാറ്റൂർ കാർണിവലില്ല, ഫോട്ടോ ചെയ്യാൻ മലത്തടിച്ച് കോപ്പ പപ്പനീനെ കത്തിച്ചിട്ട് കത്തണ്ടേ രണ്ടാമത് ബോംബിട്ട് എത്തിച്ചെന്നാ കേട്ടെ. പക്ഷേ മലയാറ്റൂർ മാത്രമേ ഉള്ളൂ കേട്ടോ നക്ഷത്രടാകം. അതാണ്. എന്താണ് ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്ത് ഹെൽപ്പ്? ജോമചേട്ടൻ്റെ കൂടെ പഠിച്ച അന്നചേച്ചിയില്ലേ, ഏതന്നെ? കളത്തിപ്പറമ്പിൽ ജോസഫേണ്ടേ. എന്നിട്ട് അന്നചേച്ചിയുടെ അനിയത്തിണ്ടല്ലോ അമ്മു, ആ അമ്മുവിന് ഇവനൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അയച്ചായിരുന്നു. നിങ്ങൾ വന്നേ. നീ എത്ര പഠിക്കുന്ന? LKG-ലാ? 8-ല്. 28 വയസ്സായി, പെണ്ണുമില്ല പെടക്കോഴിയില്ല, അമ്മയിക്കണം. എന്നിട്ട് അവിടെ അന്നചേച്ചിക്ക് അത് ആരോ അയച്ചു എന്ന് പറഞ്ഞു, ഭയങ്കര പ്രശ്നമായേക്കാം. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി പേരൊന്നും വെച്ചില്ല. അത് നന്നായി. അല്ല ഞാൻ ഇപ്പം എന്നിട്ട് ചെയ്യണ്ടേ? ചേട്ടനും നല്ല ചേച്ചിനെ വെച്ചൊന്ന് സോൾവ് ചെയ്ത് തന്നെ. നമ്മളൊക്കെ ഒറ്റ ജനറേഷൻ അല്ലേ? എങ്ങനെ? അല്ല നിങ്ങളൊക്കെ. ആ സോൾവ് ചെയ്ത് ഓർക്ക്. വിട്ട കേസാണ്. ആരുവിട്ട കേസ്? അവളല്ലേ വിട്ടിട്ട് പോയത്. നീ ഒരു പണി ചെയ്യ്, മൊബൈൽ എടുക്കുക, എന്നിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, ഒരു ഹായ് അയച്ചു നോക്കുക. അയക്കാല്ലേ? അയക്കുന്നേ. അതെ, നിങ്ങൾ ഇത്തിരി മാറി നോട്ടോ. പോക്കോ പോക്കോ. ചപ്പറക്കണം കൊള്ളാക്കോ. അവിടെ ഒരു കൊറിയർ വന്നിരുന്നു. ഇവനെങ്ങാനാണോ കഴിച്ച്? എടാ ദുഷ്ടാ, അപ്പൊ നീ തന്നെയാണല്ലേ അത് അയച്ചത്? ചേടാ എടി നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്ക് അപ്പോഴേ തോന്നിയതാ നീ ആയിരിക്കും അയച്ചതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പിന്നാലെ നടക്കരുതെന്ന്. ഓ പിന്നെ പുറകെ നടക്കാൻ പറ്റിയൊരു സാധനം. നീ ഇപ്പൊ ഒന്നും പറയണ്ട, ഇവിടെ വീട്ടിലെ ഭയങ്കര സീനായി. എടി അതൊരു അബദ്ധം പറ്റിയതെന്ന്. പിന്നെ ഒരബദ്ധം. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കുറച്ചാളായിട്ട് ഞാൻ നിന്നോട് ഈ കാര്യം പറയാനിരിക്കുവായിരുന്നു. എന്ത്? കുന്തം. അഴകേ നീ മഴയാ വിടരും നിറയും എൻ ജീവനേതിൽ ഇനി തളിരിടും പ്രണയമാ. അഴകേ നീ മഴയാ വിടരും എൻ മലരാ നിറയും എൻ ജീവനേതിലെ ഇനി തളിരിടും പ്രണയമാ. ഈ കാറ്റിൻ താളം നീയേ ശ്രുതി ചേരും മാനുരാഗം നിൻ സ്വരം. കട്ട താടി വെച്ച് അങ്ങേരി റൊമാൻസ് അണിയണ ചിരി വരാണ്. പുള്ളിയുടെ ടൈമാണ് അളിയാ, ബെസ്റ്റ് ടൈം. അല്ലേലും ഈ പണ്ടുള്ളവർ പറയുന്നത് ശരിയടാ, പ്രണയം ഭയങ്കരയാണെന്ന്. നീ അത് വിട്ടില്ലേ? എടാ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവുള്ളൂ. എടാ അതല്ലടാ, നമ്മുടെ 7Bയിലെ അശ്വതിനെ പറ്റി നിനക്കെന്താ അഭിപ്രായം? എടാ പാപ്പി, നീ വെറും കോഴിയല്ലട്ടാ, കാട്ടുകോഴിയാണ്. അപ്പോഴാ ഹാപ്പി വാലന്റൈൻസ് ഡേ.